തിരുവനന്തപുരം കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. പരിശോധനയ്ക്കിടെ തേനീച്ച കൂടിളകി. തിരുവനന്തപുരം കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. ഇന്ന് ഉച്ചയോടെ ഇമെയിൽ മാർഗമാണ് തിരുവനന്തപുരം DCPക്ക് ഭീഷണി സന്ദേശം ലഭിച്ചത്. സന്ദേശം ലഭിച്ചതിന് പിന്നാലെ കളക്ടറേറ്റിലുണ്ടായ മുഴുവൻ ജീവനക്കാരെയും ഒഴിപ്പിച്ചിരുന്നു. കേരള പോലീസിന്റെ ഡോഗ് സ്ക്വാഡായ K9 സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഫയർഫോഴ്സ് സംഘവും എത്തി പരിശോധന തുടങ്ങി. പരിശോധനയ്ക്കിടയിൽ കളക്ടറേറ്റ് കെട്ടിടത്തിന്റെ പിന്നിലെ തേനീച്ച കൂടിളകി നിരവധി പേർക്ക് പരിക്കേറ്റു. പരിശോധനാ സംഘത്തിന് കളക്ടറേറ്റ് കെട്ടിടത്തിന് പുറത്ത് പരിശോധന നടത്താൻ കഴിയാത്ത തരത്തിലാണ് തേനീച്ചയുടെ ആക്രമണം ഉണ്ടായത്. കളക്ടറേറ്റിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയിരുന്ന സാധാരണക്കാർക്കും കളക്ടർക്കും സബ് കളക്ടർക്കും പോലീസുകാർക്കും മാധ്യമപ്രവർത്തകർക്കുമെല്ലാം തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ബാക്കിയുള്ളവർ കെട്ടിടത്തിൽ തന്നെ മുറിയിലേക്ക് കയറി കതകടച്ച് രക്ഷപ്പെട്ടു. പരിക്കേറ്റവരെ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അതേസമയം ഇന്ന് രാവിലെ പത്തനംതിട്ട കളക്ടറേറ്റിന് നേരെയും ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. കളക്ടറേറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശം ഔദ്യോഗിക മെയിലിൽ വഴി ലഭിക്കുകയായിരുന്നു. ജീവനക്കാരെ എത്രയും വേഗം ഒഴിപ്പിക്കണമെന്നും ഭീഷണി സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അഫ്സൽ ഗുരുവിന് നീതി നിഷേധിച്ച് തൂക്കിലേറ്റിയതിനെ ഓർമ്മപ്പെടുത്താനാണ് ബോംബ് വെച്ചിരിക്കുന്നതെന്നും സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും എത്തി കളക്ടറുടെ ചേംബറിലും എല്ലാ ഓഫീസിലും പരിശോധന നടത്തി. മുൻകരുതലിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെ എല്ലാം പുറത്തിറക്കി 4ാം നിലയിലും പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം കളക്ടറേറ്റിലും ബോംബ് ഭീഷണി ഉണ്ടായത്.